ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് ആണല്ലേ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. പലതരം സന്തോഷമാണ്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് സന്തോഷം. എല്ലാവരുടെയും സന്തോഷം ഒന്നല്ല, ചിലർക്ക് പല രീതിയിലാണ്. ഭയങ്കരമായിട്ട് ജീവിതം അടിച്ചു പൊളിച്ച് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. പക്ഷേ വളരെ മിതമായ രീതിയിൽ ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അതേസമയം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്, നമുക്ക് എന്തിലാണ് സന്തോഷം കിട്ടുന്നത്? അത് നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? എന്താണ് നമ്മുടെ സന്തോഷം? ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ സന്തോഷം. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെയും സന്തോഷം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം എന്താണ്? നിങ്ങൾക്ക് എന്ത് കിട്ടിയാലാണ് സന്തോഷം വരുന്നത്? അപ്പോൾ ലൈഫിൽ സന്തോഷം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്കൊരു സിനിമയ്ക്ക് പോയാൽ പോലും ഒരു സന്തോഷമാണ്. ഒരു ഔട്ടിങ്ങിന് പോയാൽ സന്തോഷമുള്ളവരുണ്ട്. ഒരു സമ്മാനം കിട്ടിയാൽ സന്തോഷിക്കുന്നവരുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പോയാൽ സന്തോഷിക്കുന്നവരുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചാൽ സന്തോഷിക്കുന്നവരുണ്ട്. പിന്നെ പാഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ സാധിച്ചാൽ സന്തോഷിക്കുന്നവരുണ്ട് ഇല്ലേ. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് റിലേറ്റീവാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ് സന്തോഷം. അപ്പോൾ എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്ക് വേണം വേണ്ട എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് കിട്ടാനുള്ളൊരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ചിലർക്കെല്ലാം കിട്ടുന്നുണ്ടാവും, ചിലർക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടാതെ വരുന്ന കാര്യങ്ങൾ ഓർത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അപ്പോൾ ഈ സങ്കടവും സന്തോഷവും എല്ലാം പരസ്പര പൂരിതമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പിന്നെ അതൊക്കെയാണ് നമ്മുടെ സങ്കടങ്ങളുടെ ഒരു കാറ്റഗറി. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമ്പോൾ, നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് വിഷമിപ്പിക്കുമ്പോൾ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കിട്ടാത്ത കാര്യങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ വിഷമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വിഷമങ്ങളെല്ലാം വരുമ്പോഴും നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിലേക്ക് എത്താനാണ് നോക്കേണ്ടത്. എങ്ങനെ എത്താം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ എങ്ങനെ സാധിക്കും, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെങ്ങനെ ജീവിക്കും, അത്തരം കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചിന്തിച്ചപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സന്തോഷം? ഇനി എൻ്റെ സന്തോഷം ഞാൻ പറയാം. ഓക്കെ, എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള എൻ്റെ ഒരു ലൈഫ് തന്നെയാണ് എൻ്റെ സന്തോഷം. അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം ഒന്ന് പാചകമാണ്. ഇറ്റ്സ് എ പാഷൻ ഫോർ മീ. അത് കുക്ക് ചെയ്യാൻ സാധിക്കുക, കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് വരിക, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്ന അതിലും വലിയ സന്തോഷമാണ്. ഓക്കെ, അത് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, നല്ലതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും അവരത് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല രണ്ട് വാക്ക് പറയുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു, അതെൻ്റെ സന്തോഷം. മൂന്നാമത്തെ സന്തോഷം, എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വിൻഡോ ഷോപ്പിങ്ങും ഇഷ്ടമാണ്, പൈസ കൊടുത്ത് വാങ്ങുന്ന കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങിന് എനിക്ക് അവസരങ്ങൾ കിട്ടുന്നതാണ് എൻ്റെ മറ്റൊരു സന്തോഷം. അപ്പോൾ ഇതൊക്കെ എൻ്റെ സന്തോഷങ്ങളുടെ പട്ടികയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാകണം. ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ സെറ്റിൽഡ് ലൈഫാണ്. ഇനി സെറ്റിൽഡ് ലൈഫ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോയ ആളുമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് മാത്രം പോരാ, പിന്നെ എന്ത് കൂടി വേണം? എന്താ വേണ്ട? ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ കല്യാണം കഴിക്കാത്തവരായിരിക്കും, കല്യാണം വേണ്ടാന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നവരാകാം, ഹസ്ബൻഡ് ഇല്ലാത്തവരാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാകാം. അങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളൊരു അവസരം വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? അതിനുള്ളൊരു സാഹചര്യം. നമുക്കിപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരും വീട്ടുകാരുടെ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ട് ജീവിക്കുന്നവർക്കാണ് വീട്ടുകാരുടെ സപ്പോർട്ട് വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഒരു പക്ഷേ ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. എങ്കിലും സ്വന്തമായിട്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുന്നില്ല. ആരുടെയും പെർമിഷനൊന്നും ആവശ്യമില്ല, ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ചിലപ്പോൾ ഹാപ്പിനെസ് കിട്ടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണെന്നറിയോ? പണം, പൈസ തന്നെയാണ്. പൈസയ്ക്ക് വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പൈസയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് കാശുണ്ടെങ്കിൽ മാത്രമേ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി,
ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. ഹാപ്പിനെസ് എങ്ങനെ വരും? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചാലേ പറ്റും. ഈ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും, അതിന് പൈസ വലിയൊരു ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ബാക്കി സന്തോഷങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കൂടെ വരും. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് മാത്രം പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ പൈസയാണോ എല്ലാത്തിൻ്റെ പൈസയാണോ എല്ലാം? പൈസയാണ് എല്ലാം എന്നല്ല, ബന്ധങ്ങളാണ് എല്ലാം. പക്ഷെ പൈസ ഉണ്ടെങ്കിലേ ബന്ധങ്ങളുണ്ടാവുള്ളൂ, ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അത് അറിയാഞ്ഞിട്ടാണ്. ഇപ്പം പൈസ ഉള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് കാശുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും അവർക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അംഗീകാരം. പിന്നെ എവിടേക്ക് പോകാനും ഉള്ള ആ ഒരു റെസ്പെക്റ്റ്, ആ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി വരുന്ന കാര്യമാണ്. പൈസ ഇല്ലാത്തവനോട് ഈ പൊതുജനം, അതായത് ഈ സമൂഹം നമ്മൾ കാണണമല്ലോ, സമൂഹം പൈസ ഇല്ലാത്തവനോടൊന്നും അത്ര കൈൻഡല്ല, അത്രയും കാര്യമായിട്ടല്ല നോക്കുന്നത്. ഇനി എത്ര മോശപ്പെട്ട ആളാണെങ്കിലും പണമുള്ളവനാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ 100,000 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം സമൂഹത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, അംഗീകാരം കിട്ടണം എന്നുണ്ടെങ്കിൽ, റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പണം തന്നെയാണ്. നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്ന കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പൈസ ഇല്ലാത്തവർ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ല പൈസ. പക്ഷേ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും തന്നെ ജനിക്കുമ്പോൾ ഈക്വലാണ്. ശരിക്കും പറഞ്ഞാൽ ജനിക്കുന്ന വീട് വലിയ പൈസ ഉള്ള അച്ഛൻ്റെ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചാൽ അതൊരു സാഹചര്യം കൊണ്ട്, ഭാഗ്യം കൊണ്ട് കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷെ ജനിച്ച് വരുമ്പോൾ അതെവിടെയാണ് നമ്മൾ ജനിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യം. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പണം ഒരു മാനദണ്ഡമേ അല്ല ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ. എങ്കിലും എവിടേക്കോ സ്നേഹത്തിന് പോലും വില പറയുന്ന ഒരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹത്തിനും വിലയുണ്ട്, എല്ലാത്തിനും വിലയുണ്ട്, എല്ലാത്തിനും ഒരു വാല്യൂ ഇടുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, പൈസയുടെ കാര്യത്തിൽ അതുകൊണ്ട് പൈസ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ പറയും പൈസയ്ക്ക് എന്ത് കാര്യം, പൈസ ഇന്ന് വരും നാളെ പോകും, ഇന്ന് പൈസ ഉള്ളവൻ നാളെ പൈസ ഇല്ലാത്തവരാകും. അതൊക്കെ നമുക്കൊരു ഫിലോസഫിക്കലായിട്ട് പറയാം. പക്ഷെ എല്ലാവരും ഹാപ്പിനെസ് വേണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പൈസ ഒന്നും ഉണ്ടാക്കണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൈവശം പൈസ ഉണ്ടാകണം. ക്രയവിക്രയം ചെയ്യാനുള്ള മിനിമം ഇൻഡിപെൻഡൻസ് നമുക്കുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചില വീടുകളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ഭാര്യയുടെ സാലറി മുഴുവൻ ഭർത്താവിൻ്റെ കൈകളിൽ കൊണ്ടുകൊടുക്കും. പക്ഷേ പിന്നെ ഓരോ പ്രാവശ്യം ചെന്ന് മേടിച്ചിട്ട് അവർ കൊടുത്താൽ മാത്രമേ പൈസയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ സ്വന്തം നിലയ്ക്ക് തന്നെ പൈസ സൂക്ഷിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിലവാക്കി ജീവിക്കാൻ പറ്റുന്ന അത്രയും ഭാഗ്യം ചെയ്യുന്നവരുണ്ട്. പിന്നെ രണ്ടുപേരും പൈസ ഉണ്ടാക്കുന്നവരാണെങ്കിൽ, രണ്ടുപേരും വർക്കിംഗ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൂട്ടരുടെയും പൈസ പൂൾ ചെയ്തിട്ട് രണ്ടുപേർക്കും ഒരു സേവിങ്, കുട്ടികളുടെ ആവശ്യത്തിന്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാത്തിനുമായിട്ട് ഒരു ഷെയറിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ പല രീതിയിലാണ് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നതും പൈസ ക്രയവിക്രയം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഏറ്റവും പാവപ്പെട്ടതായിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് സ്വന്തം ആവശ്യത്തിന് ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ജോലി, ഇപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മുടെ സിറ്റിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിക്കും, ഒരു ചെറിയൊരു പെട്ടിക്കട കൊണ്ട് വെച്ചാൽ പോലും, അല്ലെങ്കിൽ കട പോലും വേണ്ട, വഴിയോരത്ത് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വെച്ചിട്ട് വിൽക്കാനിരുന്നാലും മേടിക്കാൻ ആൾക്കാരുണ്ട്. അതും ഒരു ചെറിയ വരുമാനമാണ്. ഒരു പൊതിച്ചോറ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പൊതിച്ചോറുമായിട്ട് വരുന്നു, ആ ഒരു ഉച്ച സമയത്ത് വരുന്നു, ഒരു സൈഡിൽ ചെറിയ പ്ലാസ്റ്റിക് ചെയറൊക്കെ ഇട്ടിരിക്കുന്നു. അതിന് തിരിച്ചു പോകുമ്പോൾ ഒരു ഓട്ടോ പിടിച്ച് വരുന്നു. ഇതെല്ലാം ഒരു ചെറിയൊരു ബോക്സിനകത്തോ ഒരു വട്ടിക്കകത്തോ ഒക്കെ വെച്ചിട്ട് അവർ വിൽക്കുന്നു, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചിട്ട്. അത് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. ചെറിയ പൈസ ആയിരിക്കാം, ഒരു ദിവസം ഒരു 500 രൂപയെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിരുന്നിട്ട് സുഖിക്കാം വേണമെങ്കിൽ ഓക്കെ, നമുക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കാം. അച്ഛനമ്മമാർ തന്ന പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഹാർഡ് ഏൺ ചെയ്തുണ്ടാക്കിയ പൈസയുണ്ട്. ആ പൈസയൊക്കെ ലാവിഷായിട്ട് ചിലവാക്കി നമുക്ക് ഉണ്ടല്ലോ ഫോൾ ബാക്ക് ചെയ്യാൻ. അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ച് റിലാക്സ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ ഞാനൊന്നും ആ കാറ്റഗറിയല്ല. എനിക്കെപ്പോഴും നമ്മൾ പണത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും നമ്മളെക്കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം, വീണ്ടും വീണ്ടും നമ്മൾ ജോലി ചെയ്യണം. അതൊരു സന്തോഷത്തിനും കൂടി ആയിരിക്കണം.
നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇനി ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും കിട്ടിയ ജോലി കളയാൻ പറ്റില്ല. ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഉണ്ടാവാം. പീഡനം ഇൻ ദ സെൻസ് ഫിസിക്കലല്ല, വേർബൽ അബ്യൂസ് ഉണ്ടാകാം. ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ നല്ലതല്ലായിരിക്കാം. എങ്കിൽ പോലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ജോലി ചെയ്യുക, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുക, ആ പൈസയിൽ കുറച്ചെങ്കിലും നീക്കിയിരിപ്പായിട്ട് മാറ്റി വയ്ക്കുക നമ്മുടേതായ ആവശ്യങ്ങൾക്ക്. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് ഒരു എമൗണ്ട് ആകുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, ഈ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സന്തോഷം, ഡേ ടു ഡേ ലൈഫല്ല. ഡേ ടു ഡേ ലൈഫ് ഭക്ഷണം കഴിക്കുക, കുളിക്കുക, പിന്നെന്താ നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുക, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുക, അതെല്ലാം നമ്മുടെ ഒരു റുട്ടീനാണ്. ഉറങ്ങുക, ഉണരുക, ഇല്ലേ, ഇത്തരം കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ സന്തോഷം ഇതിനപ്പുറത്തേക്കാണ് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ചെറുതായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു പൈസ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഹസ്ബൻഡിന് വലിയ സ്നേഹമുള്ള ഭർത്താവായിരിക്കാം, ഭർത്താവ് തരുന്നുണ്ടാകാം, അങ്ങനെയുള്ള വീടുകളും ധാരാളം ഉണ്ട്. എന്നാലും നമ്മുടേതായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത്. നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടായിരിക്കണം ഹാപ്പിനെസ് നേടിയെടുക്കേണ്ടത്. ഹാപ്പിനെസ് റിലേറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഹാപ്പിനെസ് കിട്ടുന്നത്. എന്താണ് ഹാപ്പിനെസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, ക്രൈറ്റീരിയാസ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ആ ഹാപ്പിനെസ്സിന് ഒന്ന് ചിന്തിച്ചിട്ടില്ലാത്തവരൊന്ന് ചിന്തിച്ച് നോക്കും. എന്തൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ എന്ത് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ സന്തോഷം വേറൊരാളാണോ തരുന്നത്, അതോ നമ്മളായിട്ട് എന്തെങ്കിലും നേടിയെടുക്കുന്നുണ്ടോ? അതൊക്കെ നോക്കുക. നമ്മുടെ മക്കൾ, കുട്ടികൾ, അതൊക്കെ നമ്മുടെ സന്തോഷമാണ്. ഫാമിലി ലൈഫ് ഇസ് എന്താ പറയുക, നമുക്കൊരു നല്ല ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ തന്നെയാണ്. അത് ദൈവമായിട്ട് തന്ന കുറേ അനുഗ്രഹങ്ങളാണ്. അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് ഒരു സന്തോഷമല്ലേ. അതിനും നമ്മൾ ആഗ്രഹിക്കില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമ്മാനങ്ങൾ കൊടുക്കുക, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക. അത് നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ പറ്റും? അപ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് പൈസ മുഖ്യം. പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജീവിക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ പൈസ ഇനി എത്ര പാവപ്പെട്ട സാഹചര്യത്തിലുള്ളവരാണെങ്കിലും, ചെറിയ ജോലി ചെയ്തിട്ടാണെങ്കിലും, ചെറിയ ചെറിയ ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും, ബിസിനസ് ഇൻ ദ സെൻസ് ഞാൻ ഒരു പൊതിച്ചോറ് വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുക, അതും ഒരു ബിസിനസ്സാണ്. ചെറിയ പൈസയാണ്, പക്ഷേ എങ്കിലും നമ്മുടെ കയ്യിൽ ഒരു 50 രൂപ 100 രൂപ എടുക്കാനുണ്ടാവുമല്ലോ. അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ആലോചിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കയ്യിൽ വരും സ്വന്തമായിട്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ആരുടെയും വഴക്കും ചീത്തയും കുറ്റപ്പെടുത്തലുകളും ഒന്നും കേൾക്കാണ്ട് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ, ആ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കാൻ എങ്ങനെ സാധിക്കും? അതിനൊന്ന് ചിന്തിച്ചാൽ പല മാർഗങ്ങളും തെളിഞ്ഞു വരും. അപ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. അതിന് വലിയ പഠിത്തമൊന്നും വേണമെന്നില്ല. ഇല്ലാത്തവർക്കും നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് ഇപ്പോൾ ഒരുപാട് പേര് ഇത്രയും ഐഡിയാസൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെറിയ ചെറിയ സംരംഭങ്ങളായിട്ടാണെങ്കിലും ചെയ്ത് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ച് തുടങ്ങും. സത്യം പറഞ്ഞാൽ ചെറിയ സ്മോൾ കോട്ടേജ് ഇൻഡസ്ട്രി നിങ്ങളുടെ വീട്ടിൽ. എനിക്കെപ്പോഴും തോന്നുന്നത് പാചകം തന്നെയായിരിക്കും ഒരു ഉപാധിയായിട്ട് തോന്നുന്നത്. അതിൻ്റെ ഏതൊക്കെ ലെവലിലുള്ള പാചകം, ചെറിയ പലഹാരങ്ങളാവാം, വറവലാകാം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും, ഭക്ഷണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. പിന്നെ അല്ലാണ്ട് തന്നെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. കോഴി വളർത്തൽ, പിന്നെന്താ താറാവ് വളർത്തൽ, ആടിനെ വളർത്തൽ, പിന്നെ പട്ടികളുടെ ഈ പെറ്റ്സ്, പട്ടികളെ ബ്രീഡ് ചെയ്യുന്ന രീതി, പട്ടിയെ വാങ്ങിച്ചിട്ട് പട്ടികളെ മീറ്റ് ചെയ്ത് അത് കുഞ്ഞുങ്ങളുണ്ടാക്കി അത് വിൽക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ബിസിനസ് തന്നെയാണ്. ചെറുതായിട്ട് തുടങ്ങി വലുതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട്. പിന്നെ നഴ്സറീസ്, ലൈക്ക് ചെടികളുടെ കാര്യങ്ങൾ, അപ്പോൾ ഒരുപാട് കൂണിൻ്റെ കൃഷി, ഒരുപാട് ഓപ്ഷൻസ് നമുക്കിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ തയ്യൽ, ഓക്കെ, കുഞ്ഞു ഹാൻഡിക്രാഫ്റ്റ്സ്, ക്രാഫ്റ്റ് വർക്ക്, ബീഡ്സ് വെച്ചിട്ട് ജുവലറി മേക്കിംഗ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെല്ലാം തന്നെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഈവൻ സർക്കാരിൻ്റെ ലെവലിൽ തന്നെ ചെറിയ ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ ചിലവൊന്നും ഇല്ലാണ്ട് പഠിച്ചെടുക്കാം. ചെറിയ കോഴ്സസാണ്, പഠിച്ചെടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ 18 നമ്പർ ഓഫ് ഓപ്ഷൻസ് അത്
നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ വിഷമിച്ച് നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ, അയ്യോ നമ്മളിനി എന്ത് ചെയ്യും, അവർക്ക് പറ്റി ഇവർക്ക് പറ്റി നമുക്ക് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. അതിനെന്താ മാർഗം? അത് ഇതൊക്കെ തന്നെയാണ് മാർഗം. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കുക. ഓക്കെ, ആ പൈസ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായി ഓരോരുത്തർക്കും വേണ്ട കാര്യമാണ്. പണം നിർബന്ധമായിട്ട് വേണം. കോടീശ്വരന്മാരൊന്നും ആയില്ലെങ്കിലും മിനിമം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ചിലവാക്കാനുള്ള, നമ്മുടെ ഇഷ്ടത്തിന് ചിലവാക്കാൻ, നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ ഒരു സമ്മാനം വാങ്ങി കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകാൻ, ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് ജീവിക്കാൻ, ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടാനായിട്ട് പല കുടുംബങ്ങളിലും സ്ത്രീകൾ പീഡനം സഹിച്ച് കിടക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണ്? അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അവർക്ക് ഡിപ്പെൻഡൻസിയാണ്. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഭർത്താവാണെങ്കിൽ ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യൻ, ഭയങ്കര അട്രോസിറ്റിയാണ്. കുട്ടികൾ ആര് നോക്കും, എന്ത് ചെയ്യും, അവരെ എടുത്തിട്ട് പുറത്തോട്ട് പോയാൽ എങ്ങനെ ജീവിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഭർത്താവെന്ന് പറയുന്ന വ്യക്തി മോശപ്പെട്ട ഒരാളാണെങ്കിൽ അത് മനസ്സിൽ കാണുക. ഇനി ഭാവി എന്താവുമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ തന്നെ പ്ലാൻ ഇട്ട് തുടങ്ങണം മനസ്സിൽ. നമ്മൾ സ്വന്തമായിട്ട് 5 പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന്. പക്ഷെ വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ പറയുന്ന സന്തോഷങ്ങളൊന്നും ആരും കൊണ്ടുതരില്ല, നമ്മളായിട്ട് തന്നെ കണ്ടെത്തണം. അതിന് പണം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മണി മാറ്റേഴ്സ്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, സൂക്ഷിക്കുക, അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുക, ഹാപ്പിയായിട്ട് ജീവിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ ഒരു അഭിപ്രായവും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിലേക്ക് വരിക. എനിക്കറിയാൻ ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, ഓരോരുത്തരുടെയും ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.